Ladies and gentlemen, 12 Rules for Life by Jordan B. Peterson. ആരാ മച്ചാന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ പ്രോബ്ലി ലിവിങ് അണ്ടർ എ റോക്ക് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ ഒരു മച്ചാനം. ഭയങ്കര ഇൻ്റർനെറ്റ് സെൻസേഷൻ, ഡിസിപ്ലിൻ, പേട്രിയാർക്കി, ഫെമിനിസം, ഫേക്ക് ഫെമിനിസം, റാഡിക്കൽ ഫെമിനിസം, മാസ്കുലിനിറ്റി, ഇതിനെയൊക്കെ കുറിച്ച് ഒരുപാട് പറഞ്ഞുള്ള ഒരു സൈക്കോളജിസ്റ്റ്, ഫിലാന്ത്രഫിസ്റ്റ്, ഒരു പ്രൊഫസർ, അതേപോലെ ഒരു സക്സസ്ഫുൾ ബിസിനസ് മാൻ. ഐ ഹാവ് ഹ്യൂജ് റെസ്പെക്ട് ഫോർ ദിസ് മാൻ. എൻ്റെ വൺ ഓഫ് ഐഡിയൽസ് ആണ് ഈ മച്ചാൻ. ഐ ഡെഫിനറ്റ്ലി എന്താ പറയുക, പുള്ളിയുടെ ഓരോ നറേഷൻ സംസാരങ്ങളിൽ നിന്ന് ഞാൻ ഒരുപാട് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. കാരണം അത്രയ്ക്ക് സൊസൈറ്റി എങ്ങനെ വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ബിഹൈൻഡ് ദ നോളജ് മനസ്സിലാക്കാൻ ശ്രമിച്ച വളരെ ചുരുക്കം ഫിലോസഫേഴ്സും നല്ല സൈക്കോളജിസ്റ്റും ഒക്കെയാണ്. എന്നാൽ നമ്മുടെ കാലഘട്ടത്തെ സിഗ്മണ്ട് ഫ്രൂഡ് എന്നൊക്കെ വേണേൽ പറയാൻ പറ്റും. കാരണം ഹീസ് വെൽ റിട്ടൺ, വെൽ അണ്ടർസ്റ്റുഡ് ജെന്റിൽമെൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളിയുടെ 12 റൂൾസ് ഓഫ് ലൈഫിൽ എന്താ പറയുന്നത്, സിമ്പിൾ ബുക്കാണ്. സിമ്പിൾ ബുക്കൊന്നും ഞാൻ പറഞ്ഞുതരാം. അതിനകത്ത് 12 റൂൾസിനെ കുറിച്ചാണ് പറയണത്. 12 റൂൾസ് ഹി ഹാസ് ടു ഫോളോ ഒരു എന്താ പറയണം, ഒരു സക്സസ്ഫുൾ ലൈഫിനെ കുറിച്ച്. ഫോർ എക്സാമ്പിൾ, പുള്ളി എപ്പോഴും പറയുന്ന ഒരു സാധനമാണ്, യു ഹാവ് ടു സാക്രിഫൈസ് യുവർ ലോവർ സെൽഫ് ടു അപ്പർ സെൽഫ് ഇൻ ഓർഡർ ടു അച്ചീവ് ദ അപ്പർ ഗോൾസ്, അല്ലെ ഹയർ ഗോൾസ് എന്നൊക്കെ പറയുന്നത് സംഭവങ്ങൾ. ഇതേപോലത്തെ ഡീപ്പായിട്ടുള്ള കോട്ട്സും ഡീപ്പായിട്ടുള്ള തോട്ട് പ്രോസസ്സുമാണ് ത്രൂ ഔട്ട് ദ ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഐ ഹൈലി സജസ്റ്റ് യു പീപ്പിൾ, നിങ്ങളിത് വായിക്കാനിരിക്കുമ്പം യു ഹാവ് ടു ഡൈൽ ഇൻ. നിങ്ങളിത് ഡൈൽ ഇൻ ചെയ്യണം. ആൻഡ് ദ ലാംഗ്വേജ് ആൻഡ് റൈറ്റിംഗ് സ്റ്റൈൽസ്, എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര വലിയ റീഡറൊന്നും അല്ല, അതിന് ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഭയങ്കര അത്യാവശ്യം കട്ടിയായിട്ടുള്ള ഒരു വാക്കാണ്. നിങ്ങൾ ജോർഡൻ ബി പീറ്റർസന്റെ റീല് കേൾക്കുമ്പോഴും ദ വേ ഹി സ്പീക്സ്, ദ ക്ലാരിറ്റി ഹിസ് സ്പീച്ചസ് ഹാവ്, നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനകത്തുള്ള ഡെപ്തും കാര്യങ്ങളും ഒക്കെ, മച്ചാൻ്റെ ലാംഗ്വേജ് ഇച്ചിരി കട്ടിയാണ് കേട്ടോ. ശരിക്കും എനിക്ക് ഭയങ്കര ചില സമയത്തൊക്കെ കട്ടിയായി. പിന്നെ ഓൾഡ് ടെസ്റ്റ്മെന്റ്സ് ബൈബിളും ഒക്കെ ആയിട്ട് ഒരുപാട് കോറിലേറ്റ് ചെയ്ത പുള്ളി പറയുന്നത്. ആൻഡ് അതിൻ്റെ റെക്കമെൻഡേഷൻ ഇസ്, ഗൈസ്, ഇഫ് യു ആർ എ കിഡ്, സ്കൂളിലൊക്കെ പഠിക്കുക, നിങ്ങൾ ജോർഡൻ ബി പീറ്റർസന്റെ റീലൊക്കെ കണ്ടിട്ടുണ്ട്, അല്ല കോളേജിലൊക്കെ പഠിക്കുക, ജോർഡൻ ബി പീറ്റർസന്റെ റീലൊക്കെ കണ്ടിട്ടുണ്ട്. ആൻഡ് നിങ്ങളൊരു സൊസൈറ്റിയുടെ വർക്കിംഗ് ഒക്കെ പഠിക്കാൻ വേണ്ടി മൈ ഫസ്റ്റ് ഫിലോസഫി സൈക്കോളജി ബുക്ക്, അല്ലെ ഡിസിപ്ലിൻ ബുക്ക് എന്നൊക്കെ പറഞ്ഞ് ഇത് വായിച്ചാൽ തേഞ്ഞ അവിടെ ഇരിക്കും. കാരണം ദിസ് ഇസ് എന്നെ സംബന്ധിച്ച് ഒരു അഡ്വാൻസ്ഡ് ബുക്കായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഭയങ്കര ഇൻഡെപ്തിൽ നല്ല കട്ടിയുള്ള ടോപ്പിക്കൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് ഫോർ എക്സാമ്പിൾ ഒരു ചാപ്റ്ററിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് തട്ടിമുട്ടിപ്പോകാം. അതെന്ന് പറയുമ്പോൾ, ഒരിക്കലും never compare yourself with someone else, always compare yourself with your yesterday എന്നൊക്കെ നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതല്ലേ. അതിനെക്കുറിച്ചൊക്കെ പുള്ളി ഡെപ്തിൽ പോയി എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, പുള്ളിയുടെ ഓരോരോ ജസ്റ്റിഫിക്കേഷൻസ് ഐ ട്രൂലി ബിലീവ് ഈ പുള്ളിക്കാരൻ പറയുന്നത്, ജോർഡൻ ബി പീറ്റർസൺ പറയുന്നത് ഭയങ്കര ട്രൂ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ ഓൾവേസ് പെറ്റ് എ കാറ്റ്, നെവർ ഡിസ്റ്റർബ് ചൈൽഡ് വൈൽ സ്കേറ്റ് ബോർഡിങ്. അതേപോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സംഭവം, പാരന്റിങ്ങിനെ കുറിച്ച് പുള്ളി ചാപ്റ്റർ ഉണ്ട്. നെവർ ലെറ്റ് യുവർ ചൈൽഡ് ഡു സംതിങ് ദാറ്റ് മേക്സ് യു ഹേറ്റ് ദം. ഞാൻ പറയുന്നത് ഇച്ചിരൂടെ ശ്രദ്ധിച്ചേട്ടാ മതി. നെവർ ലെറ്റ് യുവർ ചൈൽഡ് ഡു സംതിങ് ദാറ്റ് മേക്സ് യു ഹേറ്റ് ദം. അങ്ങനെ ആ ഒരു ചാപ്റ്ററും ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഐ ഓപ്പണിംഗ് ആയിട്ട് തോന്നി. മിക്ക പാരന്റിങ്ങിനെ കുറിച്ച് ആൾക്കാർ റോങ് ആയിട്ട് എടുത്തേക്കുന്ന സാധനങ്ങളാണ്. ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓണർ, ദ ഇമ്പോർട്ടൻസ് ഓഫ് റെസ്പെക്ട്, ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്, അതിനെയൊക്കെ കുറിച്ച് ഭയങ്കരമായിട്ട് തൊട്ടും തലോടിയും പോയിട്ടുണ്ട്. അതേസമയം ദിസ് ഇസ് ക്ലാസിക്കലി ആ ജോർഡൻ പീറ്റർസൺ ബുക്ക്. പുള്ളിയുടെ ആ ലാംഗ്വേജും പുള്ളിയുടെ ഡയലക്റ്റും പുള്ളിയുടെ ആ ഒരു ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റീഡേഴ്സിനെ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. ആൻഡ് ഐ ഹാഡ് എ സ്ട്രഗിൾ അണ്ടർസ്റ്റാൻഡിങ് ദിസ് ബുക്ക്. കാരണം നമ്മളിപ്പം ചില ബുക്കൊക്കെ ഈസി റെഡാണ്, വായിച്ചങ്ങ് പോയ ഒരു ഫ്ലോയിൽ ഇതൊന്നും അത് നടക്കത്തില്ല. നമ്മൾ കുത്തി കൂടിരുന്ന് അതിനെ ഡീകോഡ് ചെയ്ത് വായിക്കേണ്ട സാധനങ്ങളായിരുന്നു. എസ്പെഷ്യലി നിങ്ങൾക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റ്സിനകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടെങ്കിൽ അഗൈൻ അതൊരു കൺഫ്യൂസിങ് പോയിന്റ് ആയിട്ട് വരാം. സോ മൈ ബുക്ക് റിവ്യൂ ഫോർ 12 റൂൾസ് ഫോർ ലൈഫ്, ജോർഡൻ പീറ്റർസൺ. ഈസ് ഇറ്റ് എ ലൈഫ് ചേഞ്ചിങ് ബുക്ക്? ഡെഫിനറ്റ്ലി ഞാൻ എല്ലാവരുടെ അടുത്തും പറയും, ഒരു ബുക്ക് കൊണ്ട് നിങ്ങളുടെ ലൈഫ് ഒരിക്കലും മാറത്തില്ല. അങ്ങനെ ഒരു ബുക്ക് ഉണ്ടാവത്തുമില്ല. കാരണം യുവർ ഡിസിഷൻസ് ആൻഡ് യുവർ ആക്ഷൻ ചേഞ്ചസ് യുവർ ലൈഫ്. പക്ഷേ ഉറപ്പായിട്ടും ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യത്തില്ല, പക്ഷേ അത്യാവശ്യം നല്ലൊരു ബുക്ക്. കാരണം ഇത് വെൽ റെഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഞാൻ പറയും, ഇച്ചിരി അഡ്വാൻസ്ഡ് നോളജ് ഇൻ സൈക്കോളജി, ഇച്ചിരി അഡ്വാൻസ്ഡ് നോളജ് ഇൻ ഫിലോസഫി എന്നൊക്കെ പറയും. കാരണം ഞാൻ അതിൻ്റെ അകത്തൊന്നും ഭയങ്കര എക്സ്പെർട്ട് അല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാൽ കൂടി ഐ ഹാഡ് ബിഗ് പ്രോബ്ലംസ് അണ്ടർസ്റ്റാൻഡിങ് അയാളുടെ തോട്ട് പ്രോസസ്സും ആ ഒരു നറേറ്ററിൻ്റെ വേവ് ലെങ്തുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടി. സോ
ഗുഡ് ബുക്ക്, ഗ്രേറ്റ് ബുക്ക്. നിങ്ങൾ തന്നെ നിങ്ങളെ വലിയൊരു ഫിലോസഫർ, സൈക്കോളജിസ്റ്റ് ആവണം എന്നൊക്കെ ആഗ്രഹമുള്ളതാണ് നിങ്ങൾ. യു വാല്യൂ യുവർ സെൽഫ് ഹയർ ഇൻ ദ റീഡിങ് ഹൈറാർക്കിനെ കുറിച്ച് ഫുള്ള് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി റീഡ് ദിസ് ബുക്ക്. ഡെഫിനറ്റ്ലി നല്ലൊരു റീഡാണ് ഈ. പിന്നെ പിള്ളേരൊക്കെ മേടിച്ച് വായിക്കാതിരിക്കുകയാണെങ്കിൽ ഡിക്ഷണറി എടുത്തിരിക്കുക, കാരണം ഒരുപാട് കട്ടിയായിട്ടുള്ള വാക്കുകളും ഫ്രേസസും ഒക്കെ ഉണ്ട്. സോ ഗൈസ്, ഇറ്റ്സ് ഫ്രീ ഹിയർ. ദാറ്റ്സ് മൈ റിവ്യൂ ഫോർ 12 റൂൾസ് ഫോർ ലൈഫ്. നിങ്ങൾ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. ഒരു ബുക്ക് റീഡേഴ്സ്, പെർഫ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. സോ ലവ് യു, ടോക്ക് ടു യു ഗൈസ് ലേറ്റർ.